ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു പുതിയ നെക്ക് ഡിസൈൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ ക്ലോത്ത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രെയിമിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്ക് ലൈൻ വരച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈന് ഒരു റൗണ്ട് ഷേപ്പിലുള്ളതാണ്. അത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോയിൻ വെച്ച് ഇങ്ങനെ ഒരല്പം ഇടവിട്ട് റൗണ്ടായിട്ട് തന്നെ വരച്ചെടുത്താൽ മതി. കോയിൻ വെച്ചാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും, അല്ലെങ്കിൽ പെർഫെക്ഷനോടെ നമുക്ക് ചെയ്ത് കിട്ടത്തില്ല. എന്നിട്ട് നടുക്കായിട്ടൊരു ഹാഫ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്ക് ചെയ്യുന്നത് ട്യൂബ് ബീഡ്സ് വെച്ചാണ്. ഇത് നമുക്ക് എല്ലാ കളറിലും കിട്ടും. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ കളറിലും അവൈലബിൾ ആണ്. ഒരു പാക്കറ്റിന് 20 റുപ്പീസൊക്കെ ആവുന്നുള്ളൂ. നല്ലൊരു ഗ്ലേസിങ്ങും ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാണ് ചെയ്ത് വരുമ്പോഴത്തേക്കും. ഇത് വെച്ചാണ് നമ്മൾ ഈ റൗണ്ട് ഫുള്ള് ഫില്ല് ചെയ്യുന്നത്. അതിനായിട്ട് നീഡിൽ എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും തിന്നായിട്ടുള്ള നീഡിൽ എടുക്കണം, അല്ലെങ്കിൽ ഈ ട്യൂബ് ഇതിൻ്റെ അകത്തൂടെ കയറി പോകത്തില്ല. നമുക്കിങ്ങനെ നീഡിലിൻ്റെ കിറ്റ് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഇങ്ങനത്തെ നീഡിൽ കിറ്റിൻ്റെ അകത്ത് പല സൈസിലുള്ള ഒരു 25 അസോർട്ടഡ് നീഡിൽസ് ഉണ്ട്. അന്നേരം ഇപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പല ടൈപ്പ് സ്റ്റിച്ചിങ്ങിനും ഇത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിനി ട്യൂബ് ബീഡ്സ് വെച്ച് ഇത് ചെയ്തെടുക്കാം. ഈ ഹാഫ് ബീഡ്സ് നടുക്കൊട്ടിച്ചതിൻ്റെ ചുറ്റിലുമായിട്ടാണ് ചെയ്തു വരുന്നത്. ഒരു 2-3 എണ്ണമൊക്കെ ഒരുമിച്ച് എടുത്ത് ചെയ്തെടുക്കാം. നമ്മൾ ഈ വലിപ്പത്തിനനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ആദ്യത്തെ റൗണ്ട് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഈ 3 എണ്ണം കൊണ്ട് ഇത് ഫില്ല് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കണം. ഇതിൻ്റെ തന്നെ ഒരല്പം ചെറുതും വലുതും ഉണ്ട്. ഇത് കറക്റ്റ് ഫില്ലാവുന്ന വലിപ്പത്തിലുള്ളതൊരെണ്ണം എടുക്കണം. നമുക്ക് അടുത്ത റൗണ്ട് ചെയ്ത് തുടങ്ങാം. നമുക്ക് ഈ റൗണ്ട് ഫുള്ള് നമ്മൾ മാർക്ക് ചെയ്ത അത്രയും ഭാഗം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ തന്നെ ബാക്കിയുള്ള റിങ്സും ഇങ്ങനെ സെയിം 2 ബീഡ്സ് കൊണ്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.